നമസ്കാരം കൂട്ടുകാരെ. നന്ദഗോവിന്ദം ഭജൻസ് നല്ല സ്വരശുദ്ധിയുള്ള അനുഗ്രഹീത കലാകാരന്മാർ ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നു. ഭജനകൾ പലതും കേട്ടിട്ടുണ്ട്, എങ്കിലും ഇത്ര ഭംഗിയായി ആസ്വദിക്കാൻ കഴിയുന്നത് നന്ദഗോവിന്ദം ഭജൻസിലൂടെയാണ്. ശശികല ടീച്ചറോടും കൂട്ടരോടും ഒന്ന് ചോദിച്ചോട്ടെ, ഇത്രയധികം വർഗീയ വിഷം കലർത്തണോ? ശബരിമലയിൽ അയ്യപ്പ ഭഗവാന്റെ നടയടയ്ക്കുമ്പോൾ കേൾക്കുന്ന ഭക്തിഗാനം പാടിയത് ഒരു ക്രിസ്ത്യാനിയാണ്. അവിടെ ചിക്കൻ മസാല നല്ലതായിരുന്നു ടീച്ചറെ, അതോ അത് നിങ്ങൾ ഓർത്തില്ലേ? മിസ്റ്റർ നവീൻ പറയുന്നുണ്ട് അവിടെ പഠിച്ചതിനെ പറ്റിയും അവർ അവിടെ ചെന്നപ്പോൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതിനെ പറ്റിയും. അതിനാൽ അവർക്ക് വേണ്ടി നന്ദി സൂചകമായി ഒരു ഗാനം ആലപിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ സദസ്സിലെ ആൾക്കാർ എത്ര ആസ്വാദകരമായി കൈയടിച്ചിട്ടാണ് ആ ക്രിസ്ത്യൻ പാട്ടിനെ വരവേറ്റത്. ശശികല ടീച്ചറെ, നിങ്ങൾ വിഷം കലർത്തുന്ന പോലെ ഏതെങ്കിലും പള്ളിയിൽ അച്ഛന്മാരോ ക്രിസ്ത്യാനികളോ ഞങ്ങളുടെ പാട്ട് ഭജന രൂപത്തിൽ പാടരുത് എന്ന് സമൂഹത്തിൽ വന്ന് പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് ആ പാട്ട് പാടിയത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടായി, അത്രയും പോലും നിങ്ങൾക്കുണ്ടായില്ലല്ലോ അല്ലേ? കഷ്ടം തന്നെ. നിങ്ങൾ ഞങ്ങൾ എന്ന വേർതിരിവില്ലാതെ നമ്മൾ എന്ന് കാണാൻ ശ്രമിച്ചുകൂടെ ടീച്ചറെ? ഇത് കുറേ വർഷമായില്ലേ നിങ്ങൾ ഈ വർഗീയത പടർത്തുന്നു. ആ ഭജന നടത്താൻ പള്ളി വക സ്വന്തം സ്ഥലം സൗകര്യം ചെയ്തു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ചിന്തിച്ച പോലെ അവർ ചിന്തിച്ചിരുന്നുവെങ്കിലോ? നിങ്ങളത് ഓർത്തിട്ടുണ്ടോ? വർഗീയത ഇല്ലാതെ ആ നാട്ടിലുള്ളവരെങ്കിലും ഒത്തൊരുമയോടെ ജീവിച്ചോട്ടെ. അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാതിരിക്കുക ദയവ് ചെയ്ത്.